ബഹുമാന്യരായ സെന്റ് ജോസഫ് കത്തീഡ്രൽ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കേവർക്കും സെന്റ് ജോസഫ് കലാവേദിയുടെ അഭിവാദ്യങ്ങൾ. ഏവർക്കും മികച്ച ഒരു നാടകാനുഭവം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. അനാദിമുതലീ വിശ്വപ്രപഞ്ചത്തെ ഉജ്ജ്വലിപ്പിക്കും സനാതന സത്യപ്രകാശമേ, ഇരുളും വെളിച്ചവും മാറി മാറിയെത്തുമീ ഉലകത്തിലെന്നും പ്രഭ തൂകി നിൽക്കും നിൻ അനന്തമാം സ്നേഹത്തിൻ മുന്നിലി പ്രണാമം, പ്രണാമം, പ്രണാമം. കരയുന്ന മനുഷ്യനെ കണ്ടോ? വഴിയിൽ വിശന്നു നിന്ന മനുഷ്യനെ കണ്ടോ? ഇടം നഷ്ടപ്പെട്ട മനുഷ്യനെ കണ്ടോ? അതെ, ഇത് സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ കഥയാണ്. അല്ല, ഒരമ്മയുടെ, ഒരു മകന്റെ, ഒരു സുഹൃത്തിൻ്റെ. ഒരുവൻ സങ്കടങ്ങളുടെ ഉടയതമ്പുരാനായി ജനിക്കുന്നു. ഒരിക്കൽ അതേ സങ്കടങ്ങളുടെ ഉടയതമ്പുരാനായി അവൻ മരിക്കുന്നു. കാത്തിരിപ്പ് ഒരു നൊമ്പരമാണ് നഷ്ടങ്ങൾ ഹൃദയത്തിൽ പേറുന്നവർക്ക്. വർത്തമാനകാലത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ നിന്നും ഈ ലോകത്തു നിന്നും തന്നെയും ഇടം നഷ്ടപ്പെട്ട ഒരാളിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കട്ടെ മേരിയുടെ പുത്രൻ. എടോ, പണി പെട്ടെന്ന് ചെയ്തു തീർക്കണം. പിന്നെ
ഇവിടെ താഴെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അവരുടെ ദേഹത്ത് പെയിന്റ് ഒന്നും വീഴ്ചേക്കരുത് കേട്ടോ. അമ്മച്ചി, അമ്മച്ചി, ഒരു 1/4 മണിക്കൂർ കൂടി ഇവിടെ കാത്തിരിക്കേണ്ടി വരും. കുഴപ്പമില്ലല്ലോ അല്ലേ? വേണോ? എന്താ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്തിനാ അമ്മച്ചി കരയുന്നേ? എന്തു പറ്റി? ഞാൻ കരയുന്നില്ലല്ലോ. ദേ, കള്ളം പറയല്ലേ. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ. അത് വെറുതെ ഓരോന്ന്. മോനെന്താ ഇവിടെ? മോൻ ആരുടെ കൂടെയാ വന്നത്? ഞാൻ അമ്മയുടെ കൂടെ വന്നതാ. എന്നിട്ട് അമ്മ എന്തിയേ? അമ്മ ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടോ പോയി. എന്നോട് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറഞ്ഞു. അമ്മച്ചിയുടെ പേരെന്താ? മേരി. മേരി. ഈ ബൈബിളിലൊക്കെ കാണുന്ന ഈശോയുടെ അമ്മ ആ മേരിയാണോ? അല്ല. ഞാൻ മേരി അമ്മച്ചിന്ന് വിളിച്ചോട്ടെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഈ ബൈബിളിലുള്ള മേരിയമ്മയ്ക്ക് ഒരു മോനുണ്ടല്ലോ. ആ മോനെന്തിനാ മരിച്ചത്? രക്ഷിക്കാൻ. രക്ഷിക്കാനോ? ആരെ രക്ഷിക്കാൻ? എല്ലാവരെയും രക്ഷിക്കാൻ. എല്ലാവർക്കും വേണ്ടി എന്തിനാ ഒരാൾ മരിക്കുന്നേ? ചിലപ്പോൾ അങ്ങനെയാണ്. എല്ലാവർക്കും വേണ്ടി ഒരാൾ മരിക്കേണ്ടി വരും. അപ്പോൾ മേരിയമ്മച്ചിയുടെ മോനും എല്ലാവർക്കും വേണ്ടി മരിക്കുവോ? എന്താ ഈ കാണിക്കുന്നത്? മോൻ ആ കടലാസ് എടുത്തേ, എന്നിട്ട് അവിടെ ആ കുട്ടയ്ക്കകത്ത് കൊണ്ടുപോയി ഇട്ടേച്ചു വാ. അതെന്തിനാ? കൊണ്ടിട്ടേച്ചു വാ. എന്തേ? എന്തിനാ മോനെ അത് നിലത്തിട്ടത്? ആർക്കും വേണ്ടാത്ത വേസ്റ്റ് അല്ലേ അത്? അത് ഇടേണ്ടിടത്തിടണം. ഇവിടെയല്ല. ഓരോന്നിനും ഓരോ ഇടങ്ങളുണ്ട്. ചിലതിനൊക്കെ ഇങ്ങനെ ഇടം നഷ്ടപ്പെട്ടാൽ ആരെങ്കിലും ഒരാൾ ആ ഇടത്ത് നികത്തേണ്ടി വരും. നമസ്കാരം. വീണ്ടും ഒരു സങ്കടകരമായ വാർത്തയ്ക്ക് മലയാളക്കര സാക്ഷിയായിരിക്കുന്നു. തലസ്ഥാന നഗരി മാലിന്യത്തിൽ മുങ്ങിക്കാണാതായ ജോയി എന്ന ശുചീകരണ തൊഴിലാളിയുടെ ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു പകലും രാത്രിയും പിന്നിട്ടിരിക്കുന്നു. ആമിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിനിടയിൽ ഇന്നലെ രാവിലെ 11 മണിക്കാണ് ശുചീകരണ തൊഴിലാളി ജോയിയെ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ കാണാതായത്. രക്ഷാപ്രവർത്തനം നീണ്ടു നിന്നിട്ടും അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. ആരാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം? എല്ലാവർക്കും ചർച്ചാവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയ്ക്കായി ഇവിടെ എത്തിയിരിക്കുന്നത് CPKയുടെ പ്രതിനിധി ശ്രീമതി ബിന്ദു രമേശ്, BJD പ്രതിനിധി ശ്രീ PC വർഗീസ്, പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് കുരുവിള, നഗരസഭാ ശുചീകരണ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ശ്രീ രാഘവൻ എന്നിവരാണ്. ശ്രീമതി ബിന്ദു, ഈ ജോയി എന്ന തൊഴിലാളിക്ക് സംഭവിച്ച ദാരുണമായ അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ജോയി ഒരു യഥാർത്ഥ സഖാവായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ചയാൾ. ഞങ്ങൾ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത് പോലെ അദ്ദേഹവും മറ്റുള്ളവർക്ക് വളരെയധികം നന്മ പ്രവർത്തികൾ ചെയ്തിരുന്നു. എന്തു പറഞ്ഞാലും അവളുടെ ഒരു പൊതിച്ചോറ് പറയുന്ന കേട്ടാ തോന്നും അതിനകത്ത് പ്രോട്ടീനും ഫൈബറും കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണെന്ന്.
നിങ്ങളെ പോലുള്ളവർ കഴിക്കുന്നുണ്ടാവും. സാധാരണക്കാർക്ക് കഞ്ഞിയെങ്കിലും കിട്ടുന്നോണ്ട് സംശയമാണ്. ഇവിടെ ആദ്യം പാവങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നോണ്ട് അന്വേഷിക്കുക. മിസ്റ്റർ പി സി, താങ്കൾ മിണ്ടാതിരിക്കണം. താങ്കളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? താങ്കൾക്ക് അവസരം കിട്ടുമ്പോൾ താങ്കൾ വാ തുറന്നാൽ മതി. എടി നിന്റെ തന്തയുടെ ഹേ പി സി, ഇതൊരു പൊതുവേദിയല്ലേ? സഭ്യവും മാന്യവുമായ ഭാഷ ഉപയോഗിക്കൂ. എന്റെ പ്രദീപേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ കൊച്ചിന്റെ ഡാഡിയും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ബന്ധവും സ്നേഹവും ഒക്കെ കാണിക്കാൻ പറയാൻ വരികയായിരുന്നു. വിദ്യാലയത്തിന്റെ പടി കാണാത്ത താങ്കളാണോ മിസ്റ്റർ എന്റെ അപ്പന്റെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞ് താളമടിക്കുന്നത്? ദേ പെങ്കൊച്ചെ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ചുമ്മാ വർത്താനം പറയണം. സ്ത്രീകളോട് മാന്യമായി സംസാരിക്കുക. സ്ത്രീ അമ്മയാണ്. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. കേരളത്തിലെ എല്ലാ അപ്പന്മാരും അമ്മമാരുടെ ജിമിക്കിയും കമ്മലും മോഷ്ടിക്കുന്നവരുമല്ല. ശ്രീമതി ബിന്ദു, നമുക്ക് അമ്മമാരെ കുറിച്ച് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. ശ്രീ ജേക്കബ് കുരുവിള, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? പ്രദീപ്, എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾക്കെതിരെ ഇത്തരം കിരാതമായ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെയും നരാധനന്മാരായ നേതാക്കന്മാരുടെയും സ്ഥിരം ഏർപ്പാടാണ്. ജേക്കബേ, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം. അല്ലാതെ ചുമ്മാ കാടും മലയും കയറി പ്രഭാഷണം നടത്താനല്ല ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഹേ പി സി, അല്ല പിന്നെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ ചുമ്മാ കണാകുണാ പറയുന്നു. പി സി, താങ്കൾക്ക് അവസരം തരും. ജേക്കബ്, താങ്കൾ തുടരൂ. പ്രദീപ്, ഞാൻ പറഞ്ഞു വന്നത് അല്ല, ചോദ്യം എന്തായിരുന്നു? ഇതാണ് പൊളിറ്റിക്കൽ തന്തയില്ലായ്മ. പി സി, ഓ, ഞാനൊന്നും പറയുന്നില്ല. ജേക്കബ് തുടരൂ. ഈ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളെ ഓർത്ത് വലിയ സങ്കടമുണ്ട്. നടക്കാൻ പാടില്ലാത്ത ഒന്നാണ് നടന്നിരിക്കുന്നത്. രാഷ്ട്രീയ അരാജകത്വം കൊടികുത്തി വാഴുന്നു എന്ന് പറയണം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ അവസ്ഥ വരാൻ കാരണം പ്രതിപക്ഷവും അവരുടെ ഗൂഢ നീക്കങ്ങളുമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ശരി ജേക്കബ്, പതിവ് പോലെ ഒരു ബന്ധവുമില്ലാത്ത കാര്യം പറഞ്ഞതിന് നന്ദി. ശ്രീമതി ബിന്ദു, നഗരത്തിലെ മുഴുവൻ മാലിന്യവും ഒഴുകിയെത്തുന്ന ഈ തോട്ടിലേക്ക് യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെ, ശ്രദ്ധിക്കണം, യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ 2 കരാർ തൊഴിലാളികളെ ഇറക്കിവിട്ടത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയല്ലേ? അല്ല പ്രദീപ്, അല്ല. കഴിഞ്ഞ ദിവസം നടന്ന അവലോകന യോഗത്തിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിഭാഗം വൃത്തിയാക്കണമെന്ന് വ്യക്തമായി അറിയിച്ചിരുന്നു. പക്ഷേ അതിന് റെയിൽവേ അനുമതി നൽകിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത്. എന്റെ ബിന്ദു, ഈ കഴിഞ്ഞ 10-12 വർഷത്തിനിടെ എത്ര കോടി രൂപയാണ് ഈ തോട് വൃത്തിയാക്കാൻ ചെലവാക്കിയത്? എന്നിട്ട് അതിനകത്തൊരു താമരയെങ്കിലും നട്ടോ? പോട്ടെ, ഒരു തവളക്കുഞ്ഞിനെങ്കിലും അതിനകത്ത് ഇട്ടോ? ശ്രീ രാഘവൻ, അങ്ങ് ജോയിയുടെ സഹപ്രവർത്തകനും ശുചീകരണ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റുമാണല്ലോ. അങ്ങേക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ ഇത്രയും നേരം നിങ്ങൾ പറയുന്നത് കേൾക്കുകയായിരുന്നു. നിങ്ങൾക്കിതെല്ലാം പരസ്പരം പഴിചാരാനുള്ള കളിയും തമാശകളുമാണ്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ഇത് ജീവിതമാണ്. വലിയ കൊട്ടാരം പണിയാനോ കോടികളുടെ കാർ വാങ്ങാനോ ഒന്നും അല്ല ഞങ്ങൾ ഈ പണിക്കിറങ്ങുന്നത്. അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയാണ്. പട്ടിണിയില്ലാതെ മക്കളെ വളർത്തുന്നതിനാണ്. ജനിച്ചു പോയില്ലേ സാറേ, എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ? ശ്രീ രാഘവൻ, താങ്കളുടെ വിഷമം ഞങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ സർക്കാർ ഈ കാണുന്ന തോടുകളെല്ലാം വൃത്തിയാക്കുവാൻ റോബോട്ടുകളെ ഇറക്കിയിരിക്കുന്നത്. ഞങ്ങളത് ചെയ്തു വരികയാണ്. എൻ്റെ സാർമാരെ, ഇന്നും ഈ സംസ്ഥാനത്തെ പല നഗരസഭകളിലും ഓടകളും മാൻഹോളുകളും മാലിന്യം നിറഞ്ഞ തോടുകളും വൃത്തിയാക്കാൻ നിയോഗിക്കപ്പെട്ട ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. നിസ്സാര കൂലിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ മലിനജലം കുടിച്ചും ശ്വസിച്ചും ജോലി ചെയ്യുന്നത്. ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾക്കും ഒരിടം വേണ്ടേ? നമുക്കിവരിലേക്ക് തിരിച്ചു വരാം. ജോയിക്കുണ്ടായ ഈ അപകടം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഹരിത മനോഹര കേരളമെന്ന് കൊട്ടി ആഘോഷിക്കുകയും ആ കുളിരിൽ സ്വയം മുങ്ങിത്താഴുകയും ചെയ്തതിന്റെ അനന്തരഫലമാണ് ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ ദുരന്തം. ലോക ബാങ്കിന്റെയും ADBയുടെയും സഹായത്തോടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു നാടിന്റെ തലസ്ഥാനത്താണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് വേണ്ടത്. ദുരന്തമുണ്ടായപ്പോൾ പരസ്പരം പഴിചാരാനുള്ള ശ്രമമാണ് രണ്ടു കൂട്ടരും ചെയ്യുന്നത്. മനസാക്ഷി മരവിച്ചിട്ടില്ലെങ്കിൽ
മലയാളിയോട് ആറ്റിൽ കളയുക എന്ന ശീലം മാറ്റണമെന്ന് കൂടിയാണ് ആമയിഴഞ്ചാൻ തോട് ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ മാലിന്യക്കയത്തിൽ അയാൾ ഒരു മിഠായി കടലാസ് പോലും ഇട്ടിരിക്കില്ല. എന്നാൽ ആ മാലിന്യം എറിഞ്ഞവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താനും ആകുന്നില്ല. ഇതിൽ നിങ്ങൾക്കും എനിക്കും പങ്കുണ്ട്. വെറും 1500 രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് അയാൾ അതിലിറങ്ങിയത്. തന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കുവാൻ, വീട്ടിലെ അടുപ്പ് കത്തിക്കുവാൻ. തന്റെ മകൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ ഒരമ്മ വീട്ടിൽ കാത്തിരിപ്പുണ്ട്. കാട്ടുതീ പോലെ മഹാവ്യാധികളും മാലിന്യ കൂമ്പാരങ്ങളും പടരുമ്പോൾ ആ സഭയിൽ കേട്ട പ്രകീർത്തനം പോലെ ആടി ഉലയുന്ന ഈ കപ്പലിനൊരു കപ്പിത്താനുമില്ല. അരാജകത്വമാണ് സാർ, അനാർക്കി. ഓ, എന്നാ മഴയാണ്! വെള്ളവും കേറുന്നുണ്ടല്ലോ. ഇനി ഈ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? എന്നാ ഒക്കെ കെടുതികളാണ്. പ്രളയം, കൊറോണ, ഇനി അടുത്ത എന്താണാവോ ദൈവമേ. ഈ തള്ള ഇതുവരെ എണീറ്റില്ലേ? എണീറ്റേ, എഴുന്നേക്ക് തള്ളേ. ആരാടാ നിന്റെ തള്ള? അമ്മയെന്ന് വിളിയടാ. അത് പിന്നെ സ്നേഹം കൊണ്ടല്ലേ തള്ളേ. ഉവ്വ്, ചെന്ന് നിന്റെ അമ്മായിയമ്മയെ വിളിച്ചാ മതി. അമ്മായിയമ്മ ഉണ്ടെങ്കിൽ വിളിക്കായിരുന്നു. ഇപ്പൊ ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ പൊന്ന് തള്ളേനെ ഞാൻ തള്ളേനേ വിളിക്കൂ. അതെങ്ങനാ? ആയ കാലത്ത് വല്ല പെണ്ണും കെട്ടണമായിരുന്നു. ഓ പിന്നെ, പറച്ചില് കേട്ടാ തോന്നും എന്നെ കെട്ടാൻ പെണ്ണുങ്ങൾ വരിവരിയായി നിൽക്കുകയാണെന്ന്. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതി. അതൊക്കെ പോട്ടെ, അമ്മച്ചിയുടെ മേലുവേദന എങ്ങനെയുണ്ട്? ഓ, വലിയ കുറവൊന്നുമില്ലടാ. വയസ്സും പ്രായവുമൊക്കെ ആയില്ലേ, ഇനി വേദനകളൊക്കെ കൂടത്തേയുള്ളൂ. അതൊക്കെ പോട്ടെ, അമ്മച്ചി ഇന്ന് മരുന്ന് കഴിച്ചില്ലല്ലോ. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. പിന്നെ മരുന്നൊക്കെ തീരാറായി കേട്ടോ. ഇന്നത്തേക്ക് കൂടി ഉള്ളതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല അമ്മച്ചി, ഞാൻ വാങ്ങിച്ചോളാം. പൈസയുണ്ടോടാ നിന്റെ കയ്യിൽ? മഴ തുടങ്ങിയ പിന്നെ 1-2 പണിയല്ലേ കിട്ടിയുള്ളൂ. അതൊന്നും കുഴപ്പമില്ലാന്നേ, നമുക്ക് നോക്കാം. എന്തെങ്കിലും അറ്റകുറ്റപ്പണിയൊന്നും കിട്ടാതിരിക്കില്ലെന്നേ. അമ്മച്ചി ഇതങ്ങ് കഴിച്ചേ. ഞാൻ കഴിച്ചോളാം, നീ അതവിടെ വെച്ചോ. ഓ, അതെന്നാ ഞാൻ വാരി തന്ന? ഇപ്പൊ വേണ്ട മോനെ, അതുകൊണ്ടാ. എങ്കിൽ എനിക്കൊരു സ്പൂൺ വാരി തരുവോ? കുഞ്ഞുവാവിയാണെന്ന വിചാരം. വയസ്സും പ്രായവുമൊക്കെ ഇത്രയുമായി, എന്നിട്ട് ഞാൻ അവന് വാരി കൊടുക്കണം പോലും. ഞാൻ എൻ്റെ തള്ളയോടല്ലാതെ പിന്നെ ആരോട് ചോദിക്കാനാ? വാരി തരുവോ? അമ്മച്ചി, മരുന്നിന്റെ കവറ് മേശപ്പുറത്തിരിപ്പില്ലേ? അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഉപയോഗിച്ച മരുന്നിന്റെ കവറുകളെല്ലാം നിലത്തിടരുതെന്ന്. ഇതേ നോക്കിക്കേ, മരുന്നിന്റെ എത്ര കവറുകളാണ് കിടക്കുന്നത്. ഇതൊക്കെ ഇടേണ്ട ഒരു സ്ഥലമില്ലേ? അമ്മ തന്നെയല്ലേ ഇതൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. തുറിച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ ഉള്ള കാര്യമാ പറഞ്ഞത്. അന്നേരത്തേക്ക് അങ്ങ് പിണങ്ങിയോ? ദേ ഇങ്ങ് നോക്കിക്കേ. ഇങ്ങ് നോക്കാന്നേ. വഴിയുണ്ട്.
എടി മേരിക്കൊച്ചേ, എന്താടി നീ പിണങ്ങിയിരിക്കുന്നത്? മുഖത്തൊരു വൈക്ലഭ്യാണല്ലോ. ഒന്ന് പോടാ അവിടുന്ന്. എന്റെ അമ്മച്ചി, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഇതൊക്കെ ഞാൻ തന്നെ വേണ്ടേ അടിച്ചു വരാൻ. അമ്മച്ചി നോക്കിക്കോ. ഈ ഫ്ലെക്സ് ഒക്കെ എടുത്തു മാറ്റി വലിയൊരു വീട്ടിൽ ഞാനും അമ്മച്ചിയും കൂടി ഇങ്ങനെ സുഖിച്ച്. അതൊക്കെ നടക്കൂടാ കൊച്ചേ. ഹ, പിന്നല്ലാതെ. ജോയിയെ, ഇങ്ങ് വന്നാടാ. ആ, നീയോ? ഇങ്ങ് വന്നേ. ആരാടാ ഇത്? അമ്മച്ചേ, ജോണിക്കുട്ടിയാണ്. രാവിലെ തന്നെ കുറ്റിയും പറിച്ച് ഇറങ്ങിക്കുക. എന്നാ പണി ഒപ്പിക്കാനാണോ? അതൊക്കെ ഉണ്ടമ്മച്ചി. അളിയാ, ഒരു പരിപാടി ഒത്തുകിട്ടിയിട്ടുണ്ട്, പോയാലോ? എന്നാ പരിപാടിയാണോ? ഒരു കരാർ പണിയാ. ആ, എവിടെയാ? നമ്മുടെ ആ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ, ആ, അതിനടുത്തൊരു കനാലുണ്ടല്ലോ, അതിന്റെ പേര് ആമേഴഞ്ചാം കനാല്. അത് വൃത്തിയാക്കാനാ. അതൊരു വൃത്തികെട്ട കനാലല്ലേ? വൃത്തികേടൊക്കെ പോയാലോ? എന്നാ കിട്ടും? 1500 കിട്ടും. ആ, അമ്മച്ചിയുടെ മരുന്നും തീർന്നിരിക്കുക. ഞാൻ വന്നേക്കാം. എന്നാ പെട്ടെന്ന് വാ, സമയമില്ല കേട്ടോ. തുണി മാറുന്നു, പോകുന്നു. അമ്മച്ചേ, ഇന്ന് എവിടെ നിന്നാടാ അടിമേടിക്കുന്നത്? അടിമേടിക്കാനോ? ഒരു പരിപാടി ഒത്തുകിട്ടിയിട്ടുണ്ട്, രാവിലെ പോയേക്കുവാ. പോകുന്നതൊക്കെ കൊള്ളാം, വൈകിട്ട് എൻ്റെ കൊച്ചിനെ ഇങ്ങ് എത്തിച്ചേക്കണം. ഇതെന്നാ വർത്തമാനാ അമ്മച്ചി പറയുന്നത്? പിന്നെ കൊച്ചിനെ ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാ? ഞങ്ങൾ വൈകിട്ട് ഒരുമിച്ച് ഇവിടെ വരും, അമ്മച്ചിയോടൊപ്പം ഇരുന്ന് കഞ്ഞിയും കുടിക്കും. ചിലപ്പോൾ തോന്നും അവൻ എന്നേക്കാൾ ഇഷ്ടം നിന്നെയാണെന്ന്. അത് തോന്നലല്ല, സത്യാന്നേ, സത്യ. അവനുള്ളത് കൊണ്ടല്ലേ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ദേ, ഇത് കണ്ടോ? ഇങ്ങോട്ട് നോക്ക്, കണ്ടോ? ഇങ്ങോട്ട് നോക്ക്. ഞാനേ അന്ന് തോട്ടി കാല് തന്നെ വീണപ്പോ അവനൊന്നും നോക്കിയില്ല, എടുത്തങ്ങ് ചാടി. എന്തിനാ? എന്നെ രക്ഷിക്കാൻ. വേറെ ആരെങ്കിലും ആണെ അങ്ങനെ ചെയ്യുവോ? ഇല്ലാന്നേ, ചെയ്യത്തില്ല. എൻ്റെ ജോയി ചെയ്യും. ജോയിയെ എൻ്റെ സ്വന്തമാ. ജോയി ഉണ്ടെങ്കിലേ ഈ ജോണിയുള്ളൂ. ജോയിയെ എൻ്റെ സ്വന്താ. എൻ്റെ പൊന്നു ജോണിക്കുട്ടി, ഇത് എത്രാമത്തെ തവണയാടാ നീ ഇതെന്നോട് പറയുന്നത്? പിന്നെ അവൻ എൻ്റെ കൊച്ചാ. എടാ ജോയിയെ, പെട്ടെന്ന് വാടാവുന്ന്. അമ്മച്ചേ, പിന്നെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? വലിയ കുറവൊന്നുമില്ലടാ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ നിന്റെ അമ്മച്ചി എന്തു പറയുന്നു? എന്നാ പറയാനാ, മേലുവേദനയും കാര്യങ്ങളൊക്കെയാ, കിടപ്പാ. അവളെ കണ്ടിട്ട് കുറേ ആയി. ജോയിയെ, ഇവൻ എന്തെടുക്കുക? വരുന്നടാ, പെട്ടെന്ന് വാ. അപ്പോഴേ വൈകിട്ട് മരുന്നുമായിട്ടിങ്ങ് വരാം. അമ്മച്ചിയെ, ഞാൻ ഇറങ്ങിയേക്കുവാണേ. പിന്നെ മരുന്നൊക്കെ കഴിച്ചോണം. വൈകിട്ട് വരാൻ എങ്ങനെ താമസിച്ചാലേ അപ്പുറത്ത് നിന്ന് ആ ജോർജ് കുട്ടീനെയോ ഭാര്യനെയോ വിളിച്ച് കൂടിയിരുത്തിക്കോണം കേട്ടോ. ജോയിയെ, മഴ പെയ്യോടാ? മഴ ചാറുന്നുണ്ടല്ലോ. എന്നാ ഞാൻ കുടയെടുത്തോണ്ട് വരാം. ഞാൻ വെളി നിൽക്കാം, നീ കുടയെടുത്ത് പെട്ടെന്ന് വാ. പെട്ടെന്ന് വരണം കേട്ടോ. എന്നാടാ, പോകുന്നില്ലേ? ഞാൻ ഈ കുടയെടുക്കാൻ വന്നതാ അമ്മച്ചി. ദേ അമ്മച്ചി, മരുന്ന് കഴിച്ചോണം കേട്ടോ.
പറ്റത്തില്ല, പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞത്. രണ്ടാളെ കൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ പണി നടക്കത്തില്ല. ആ ശരി സാറേ. ആ നിങ്ങൾ വന്നോ? അതെ, ഇവിടെ നിന്നും ആ പ്ലാറ്റ്ഫോമിന്റെ അവിടം വരെയാണ് വൃത്തിയാക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് നീന്താനൊക്കെ അറിയാലോ അല്ലേ? അല്ല, വലിയ ആഴമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും മഴയൊക്കെ പെയ്ത് കിടക്കുകയല്ലേ, ഒഴുക്കുണ്ടാവും, സൂക്ഷിക്കണം. വെറുതെ എനിക്ക് പണിയുണ്ടാക്കി വെക്കരുത്. ഞാനേ കുറച്ച് കഴിഞ്ഞ് വരാം. നിങ്ങൾ പണിയോടെ നിൽക്കോ? എടാ ജോയിയേ. ഓ, നമ്മുടെ ആ ഗോപി ഇല്ലേ? ഏത് ഗോപിയാടാ? എടാ നമ്മുടെ ആ വളവിൽ താമസിക്കുന്ന രമേശൻ ചേട്ടൻ്റെ മോൻ. അവനെ അടുത്ത ആഴ്ച ഗൾഫിൽ നിന്ന് വരുന്നുണ്ടെന്ന്. നമുക്കൊന്ന് കൂടണ്ടേ? ഓ, കൂടിയേക്കാം. കഴിഞ്ഞ വർഷം അവനൊന്ന് പറ്റിച്ചു പോയതാ. ഇത്തവണ അവനെ വിടില്ല. ആ അവനൊരു എന്നാ നാറ്റമാടാ ഇതിന്? അതെ, ഒരു വൃത്തികെട്ട നാറ്റം. ശോ, എടാ ഇതൊരു മെനക്കെട്ട പരിപാടിയാ കേട്ടോ. നീ ഇത് കണ്ടോ? എന്തൊക്കെയാ ഇവിടെ കൂനുകൂടി കിടക്കുന്നത്? ഇവിടെ ഇല്ലാത്ത സാമാനങ്ങളൊന്നുമില്ല. പ്ലാസ്റ്റിക്, പച്ചക്കറി, പിന്നെ പൊതിഞ്ഞു കെട്ടിയ കുറെ സാധനങ്ങളും. ഇനി ഇതിന്റെ അടിയിൽ എന്തൊക്കെ കാണുമെന്ന് ആർക്കറിയാം? വെള്ളവും നന്നായിട്ട് ചീഞ്ഞിട്ടുണ്ട്. ഇതിന് എന്നാ ആഴം വരുമോടാ? വെള്ളം പൊങ്ങിയ ഒരു 8 അടിയെന്ന് അയാൾ പറഞ്ഞത്. അതിപ്പോ മഴ പെയ്തേക്കുന്നതുകൊണ്ട് ഇറങ്ങി നോക്കേണ്ടി വരും. സുരക്ഷയ്ക്കുള്ള വല്ല കിടതാപ്പും ഉണ്ടോടാ കയ്യില്? സുരക്ഷ നമുക്ക് എന്നാ സുരക്ഷയാടാ? ഉള്ളത് കൊണ്ടൊക്കെ ഉണ്ടാക്കാനാ അയാൾ പറഞ്ഞിട്ട് പോയത്. നീ പിടിച്ചേ, ഞാൻ ഇറങ്ങട്ടെ. പതുക്കെ പതുക്കെ ഇറങ്ങണം കേട്ടോ, സൂക്ഷിച്ച്. എടാ, ഇവിടെയും ആ പ്ലാറ്റ്ഫോമിന്റെ അടിഭാഗമല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഹോ, കുപ്പിച്ചില്ലൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. എന്നാ പറയാനാടാ, ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതല്ലേ? ഒന്നുമല്ലെങ്കിലും ഇതൊരു പൊതുസ്ഥലമല്ലേ? ആര് ശ്രദ്ധിക്കാനാ? ആര് ശ്രദ്ധിക്കാനെന്നോ? റെയിൽവേയും കോർപ്പറേഷനും, ദേ ഞാനും നീയും വഴിയെ പോകുന്നവരും, പിന്നെ ഇവിടെ ഈ ചപ്പും ചവറും ഇങ്ങനെ വലിച്ചു വാരി എറിയുന്ന തെണ്ടികളും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. എടാ, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വലിച്ചെറിയുകയാണോ വേണ്ടത്? അതെങ്ങനാ? പഠിപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. തലയ്ക്കകത്തെ ആൾതാമസം വേണം, ബോധം വേണം. ബോധം ആരോട് പറയാൻ? ജോയിയേ, എടാ മഴ വരുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങോട്ട് കയറുവാ. മതി, നമുക്ക് ഇവിടത്തെ വരാം. ഓ, വലിയ മഴയൊന്നും ഇല്ലടാ. നീ ഇത് വാരാ എന്തെങ്കിലും എടുത്തോണ്ട് വാ, ചെല്ല്. അതല്ലടാ, മഴ പെയ്ത പ്രശ്ന. നീ ഇങ്ങോട്ട് കയറുവാ, നമുക്കേ ഇവിടത്തെ വരാം. സാരമില്ലടാ, വലിയ മഴയൊന്നും ഇല്ലല്ലോ. നീ പോയി വാര ഒരു വല എടുത്തോണ്ട് വാ. വലയോ? നോക്കട്ടെ. നീ സൂക്ഷിച്ചോണേ, അങ്ങോട്ടൊന്നും പോവല്ലേ. അവിടെ തന്നലുണ്ടാവും. ഓ, ഞാൻ ഏറ്റ്. നീ പെട്ടെന്ന് പോയേച്ചും വാ. കായാമ്പൂ കണ്ണിൽ വിരിയും. ജോണി! 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 ജോയിയേ, വല കിട്ടി കേട്ടോ. ചെറുതാ,
സാരമില്ല, വരാം. ജോയിയെ, ജോയി, ജോയി, ജോയിയെ, ജോയിയെ, ദേ തമാശ കളിക്കല്ലേ? ജോയി, ജോയിയെ, എടാ ജോയിയെ, ജോയി, ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ അവിടെ? എന്തുവാടാ? എന്തിനാ കിടന്ന് അലർന്നത്? സാർ, എന്റെ കൂടെ വന്ന ആള്. എന്റെ ദൈവമേ, നിന്നോടൊക്കെയല്ല ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞേ. ഇനിയിപ്പോ ഒരു കയറോ മറ്റോ കിട്ടുമെന്ന് നോക്കട്ടെ. ജോയിയെ, ജോയി, ജോയിയെ, നിനക്കെന്നെ കാണാവോടാ? ജോയിയെ, ജോയി, ജോയി. സാർ, ഏത് നാശം പിടിച്ച നേരത്താണോ എന്റെ ദൈവമേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? മാറി നിൽക്കാം അങ്ങോട്ട്. ഞാൻ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. അവന്റെ അമ്മച്ചിയോട് ഞാൻ എന്നാ പറയൂ? ജോയി പോയി, ജോയി പോയി, ജോയി പോയി, ജോയി പോയി. വലിയൊരു ദുരന്തത്തിനും ദുഃഖത്തിനുമാണ് ഇപ്പോൾ കേരളക്കര സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ആമിഴഞ്ചൻ കനാലിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിലാണ് ജോയി എന്ന കരാർ തൊഴിലാളിയെ പെട്ടെന്നുണ്ടായി ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി പോലീസും നേവിയും സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. നമ്മൾ ഈ പറയുന്നത് പോലെയല്ല. റെയിൽവേ ടണലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല കനത്തിൽ വേസ്റ്റുണ്ട്. പഴയ തുണിയുടെയും പ്ലാസ്റ്റിക്കിൻ്റെയും വേസ്റ്റ് കാരണം നീന്തിപ്പോകുന്നവർ അവിടെ കുടുങ്ങിപ്പോകുമെന്ന് ഉറപ്പാണ്. ശരിക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഏകദേശം 117 മീറ്റർ നീളമുള്ള കനാലാണിത്. 3 മീറ്റർ ആഴവും. ശക്തമായ മഴ പെയ്തത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഇവിടെ റെയിൽവേയുടെ പ്രതിനിധി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. എല്ലാം റെയിൽവേയുടെ മുകളിൽ ചാർത്തിയിട്ട് കാര്യമില്ല. വഴിയെ പോകുന്നവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നു. മനുഷ്യൻ ചിന്തിക്കണം, ഇതൊരു പൊതുവിടമാണെന്ന്. ഇവിടം വൃത്തിയാക്കുവാൻ ഒരു കരാറുകാരനെ ഞങ്ങൾ ഏൽപ്പിച്ചിരുന്നു. അയാൾ വേണ്ടവിധം സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുമെന്ന് ഞങ്ങൾ കരുതി. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. കോർപ്പറേഷൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരപകടം ഒഴിവാക്കാമായിരുന്നു. ഈയൊരു ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറെ പഴി കേൾക്കേണ്ടി വന്ന കോർപ്പറേഷന്റെ ഇവിടുത്തെ കൗൺസിലർ നമ്മോടൊപ്പം ചേരുന്നു. അതിന് കോർപ്പറേഷൻ എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ ഭരണപരിധിക്കുള്ളിലെ എല്ലാ സ്ഥലങ്ങളിലെയും മാലിന്യങ്ങൾ ഞങ്ങൾ നീക്കം ചെയ്യാറുണ്ട്. എന്നാൽ ഈ സ്ഥലം റെയിൽവേയുടെ പരിധിയിലുള്ളതാണ്. അത് അവർ തന്നെ ശ്രദ്ധിക്കണമായിരുന്നു. റെയിൽവേ ടണലിൻ്റെ ഉള്ളിലാണ് അയാളുള്ളത്. മാൻഹോൾ വഴി നമുക്ക് ഇറങ്ങി നോക്കാം. മാലിന്യം അവിടെയും കനത്തിലാണ് കാണപ്പെടുന്നത്. റോബോട്ടിൻ്റെ സഹായം ആവശ്യമുണ്ട്, കൂടെ നേവിയുടെയും. ഞങ്ങൾ ഞങ്ങളുടെ സങ്കടം അറിയിച്ചുകൊള്ളുന്നു. ഒരു പരിസരം വൃത്തിയായാണോ കിടക്കുന്നതെന്ന് നോക്കുവാൻ ആ സ്ഥലത്തെ ഭരണസമിതിക്ക് കടമയുണ്ട്. അവർ അത് ചെയ്യാതെ വന്നപ്പോൾ അത് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. സംസ്ഥാന ഭരണകൂടം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികൾക്ക് 100% സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. ഇത് റെയിൽവേയുടെ പിഴവാണ്. നിർത്തൂ. ആരാണ് തെറ്റുകാർ? ഞങ്ങളാണ്. ഞങ്ങളിങ്ങനെ ഒന്നുമില്ലാത്തവരായി ജനിച്ചുപോയി. ഞങ്ങളുടെ തെറ്റ്. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഈ തൊഴിൽ തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ തെറ്റ്. നിങ്ങൾ വലിച്ചെറിഞ്ഞ വേസ്റ്റ് വാരുവാൻ പോയി. ഞങ്ങളുടെ തെറ്റ്. അല്ലേലും തോട്ടിയുടെ മകൻ എന്നും തോട്ടി തന്നെ. ഞങ്ങളെ ഒന്ന് പരിഗണിക്കൂ സാർ. വെറുതെ തർക്കിക്കാതെ നിങ്ങൾ അവനെ കണ്ടുപിടിക്കാൻ നോക്കൂ. ജോയി പോയി,
ജോയ് പോയി. നിങ്ങൾ കണ്ടായിരുന്നോ? നിങ്ങൾ എങ്ങനെ കാണാനാണ്? നിങ്ങൾ വേസ്റ്റ് വലിച്ചെറിയുന്നവരല്ലേ? നിങ്ങൾ വലിച്ചെറിഞ്ഞ വേസ്റ്റിന്റെ ഇടയിൽ കിടന്ന് എന്റെ ജോയി പിടയുന്നുണ്ടായിരിക്കും, ശ്വാസം മുട്ടി പിടയുന്നുണ്ടായിരിക്കും. ജോയി, അവനല്ലേ അത്? ജോയി, അവൻ പോയില്ലേ? ഞാനാ എല്ലാത്തിനും കാരണം. ഞാനാ അവനെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോയത്. 1500 ഉലുവ. അവന്റെ അമ്മച്ചിയോട് ഞാൻ എന്നാ പറയൂ? ജോയി, നീ എവിടാ? ജോയേ, നീ എവിടാ? മോനെ ജോയി, നീ വന്നോ? പിന്നെ ആരുടെ ശബ്ദമാണ് ഞാൻ കേട്ടത്? അവനെന്തോ സംഭവിച്ചതുപോലെ. സമയം എത്രയായി? നേരം വൈകിയല്ലോ. അവൻ ഇതുവരെയും തിരികെ എത്തിയില്ലല്ലോ. മനസ്സിനെന്തോ പോലെ. ആരാത്? ജോയി മോനാണോ? ആ, ജോണിയാണോ? ജോണി, എന്താടാ നീ കരയുന്നത്? ജോയി എന്തിയേ? എൻ്റെ കൊച്ചെന്തിയേ? ജോയി പോയി. ജോയി പോയി അമ്മച്ചി. എങ്ങോട്ട് പോയി? വെള്ളം കൂടി കാല് തെറ്റി ഒഴുക്ക് കൊണ്ടുപോയി. ജോയി പോയി അമ്മച്ചി. നീ കണ്ടോ? എല്ലാം നീ നുണ പറയുന്നതാ. എൻ്റെ കൊച്ചിനൊന്നും സംഭവിക്കുകയില്ല. അവൻ തിരിച്ചു വരും. അവന് നീന്തലറിയാം. അവൻ തിരിച്ചു വരും. അല്ല അമ്മച്ചി, ജോയി പോയി. ജോയി പോയി. അല്ല, നീ നുണ പറയുകയാ. എൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല. അവന് നീന്താനറിയാം. ഞാനാ നീന്തൽ പഠിപ്പിച്ചത്. അവൻ തിരിച്ചു വരും. എൻ്റെ കൊച്ചേ, എന്നോട് പറയാതെ എങ്ങും പോകില്ല. ജോർജ് കുട്ടി അപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ. എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാൽ അവനറിയുമല്ലോ. അവൻ സത്യം പറയും. ജോർജ് കുട്ടി, ജോർജ് കുട്ടി, ജോർജ് കുട്ടി. ജോയി പോയി. ഞാനാ എല്ലാത്തിനും കാരണം. ജോയെ, നീ എവിടാ? നീ എവിടാ? ജോണി, ജോയി, എടാ നീ? ജോണി, നിനക്കെങ്കിലും എന്നെ രക്ഷിക്കാമായിരുന്നില്ലടാ. ജോയി, എനിക്ക് ജോയി. ആരൊക്കെയോ വലിച്ചെറിഞ്ഞ കുപ്പിയുടെയും പ്ലാസ്റ്റിക്കിന്റെ ഇടയിൽ കിടന്ന് ചെയ്യാനും മുങ്ങിത്താഴാനും അല്ലടാ നമുക്ക് വിധി.
നമ്മള് തോട്ടിയുടെ മക്കളായതുകൊണ്ടാണോടാ ഇങ്ങനെയൊക്കെ? തോട്ടിയുടെ മകൻ എന്നും തോട്ടി തന്നെ. ഇവരാ നമ്മളെ ചപ്പും ചവറും കൊണ്ട് മൂടിക്കളയുന്നവര്. ഇവരാ നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാക്കൊല ചെയ്യുന്നവര്. എന്തിനു വേണ്ടിയാ എന്റെ കൂട്ടുകാരനെ കൊന്നത്? പറ, എന്തു ദ്രോഹം ചെയ്തിട്ടാ എന്റെ കൂട്ടുകാരനെ കൊന്നത്? എന്താ നാവില്ലേ? അതെങ്ങനാ? നിങ്ങൾ പറയുന്നതൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. എല്ലാവർക്കും എന്നാ പോയി അല്ലേ? ഏതോ ഒരു തെണ്ടി ചത്തു. അത്രേ ഉള്ളൂ. ജോണിക്കുട്ടി, നീ കരയണ്ടടാ. എല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടതല്ലേ? ഒരു ദിവസം ഞാൻ മടുത്തു. ഇവരുടെയൊക്കെ എച്ചിലു വാരി ഞാൻ മടുത്തു. ഇതിലും ഭേദം മരിക്കുന്നതാ. മറ്റുള്ളവരുടെ വേസ്റ്റ് വാരാനല്ലാതെ നമ്മളെ കൊണ്ടൊക്കെ ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോടാ? എടാ ജോയിയെ, നിന്നെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ആയിരുന്നോടാ അന്ന് നീ എന്നെ രക്ഷിച്ചത്? ഞാനും വരുവാ നിന്റെ അടുത്തേക്ക്. ഞാനും വരുവാ. ജോണിക്കുട്ടിയെ, എന്നതാടാ ഈ കാണിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അമ്മച്ചി, ജോയ് എന്റെ കൊച്ചെവിടെയാടാ? എന്റെ ജോയി എവിടെയാടാ? ഞാനാ എല്ലാത്തിനും കാരണം. ഞാനാ അവനെ ഇവിടെ ഒന്നും വിളിച്ചോണ്ട് പോയത്. എന്നോട് ക്ഷമിക്കമ്മച്ചി, എന്നോട് ക്ഷമിക്ക്. നീ കരയാതെ. അവനൊന്നും സംഭവിക്കില്ല. അവൻ തിരിച്ചു വരും. അവൻ വേറെ എവിടേക്കെങ്കിലും നീന്തിപ്പോയി കാണും. ദൈവമില്ലേ നമ്മുടെ കൂടെ? പാവപ്പെട്ടവന് ദൈവമില്ല അമ്മച്ചി, പാവപ്പെട്ടവന് ദൈവമില്ല. ഇതുവരെ കഴിഞ്ഞില്ലേ? തൽക്കാലം ഇവിടുത്തെ മതി. ഇനി അപ്പുറത്ത് പോയി ചെയ്യേ. പിന്നെ ആ പെയിന്റ് അടിച്ച ബോർഡ് ഒന്ന് താഴേക്ക് ഇറക്കിക്ക്. ഇറങ്ങട്ടെ. കുറച്ചുകൂടെ. ഇത് മതി. ഈ ജോയിയുടെ ബന്ധുക്കളായിട്ട് അമ്മച്ചി മാത്രമേ ഉള്ളൂ? വേറെ ആരുമില്ലേ? ചേട്ടാ, ഒന്നകത്തേക്ക് പറഞ്ഞേ. അമ്മച്ചി, ഞാൻ അകത്തേക്ക് പോയിട്ട് വരാം.
നീ ഇവിടെ ഇരിക്കുമായിരുന്നോ? ഇങ്ങ് വന്നേ, ഇങ്ങ് വരാനല്ലേ പറഞ്ഞേ? നിന്നോട് എവിടെ നിൽക്കാനാ ഞാൻ പറഞ്ഞേ? കുരുത്തം കെട്ട ചെക്കൻ, ഒരു വക പറഞ്ഞാ കേൾക്കൂല. അമ്മേ, ഈ അമ്മയെ നീ ആകെ പേടിപ്പിച്ചല്ലോ. അതെ, ഇതേതാ സ്ഥലം എന്നറിയോ? മോർച്ചറിയാ, മോർച്ചറി. ഇവിടെ നിന്നാലേ വല്ല പ്രേതവും ഭൂതവും ഒക്കെ നിന്നെ പിടിച്ചുകൊണ്ട് പോകും. വാ, നമുക്ക് വീട്ടിൽ പോവാം. അമ്മേ, മേരിയമ്മച്ചി പോവാട്ടോ, കരയണ്ട. മോന്റെ പേരെന്താ? ജോയ്. ജോയ് മോനെ, വേഗം വാ. എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകാം. അമ്മച്ചി, ആരാണെന്ന് നോക്കിക്കേ. ഞാനാടാ, അമ്മയാടാ. നീ എന്താ നോക്കാത്തത്? കണ്ണു തുറക്കടാ. ജോണി എന്റെ കൂടെയുണ്ട്. എന്താടാ ഇവൻ എണീക്കാത്തത്? ഞാനാണ് വിളിക്കുന്നതെന്ന് പറയടാ. അവൻ പോയമ്മച്ചി. ജോയി പോയി. ജോയി പോയി. ഇല്ല ഇല്ല, ഇവൻ എന്നെ വെറുതെ പറ്റിക്കാനാ. എന്റെ കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല. ചെറുപ്പത്തില് ഇവനൊരു ദിവസം അനക്കമില്ലാതായി. ഞാൻ ആശുപത്രിയിലോട്ടോടി. ഡോക്ടർ നോക്കിയപ്പോൾ ഒരു കുഴപ്പവുമില്ല. അതുപോലെ ഇവൻ വെറുതെ കിടക്കുന്നതാ എന്നെ പറ്റിക്കാൻ. അവൻ എന്താടാ എന്നെ അമ്മയെന്ന് വിളിക്കാത്തത്? ജോയി പോയി അമ്മച്ചി. ജോയി പോയി. ജോണിയെ, എന്റെ കൊച്ചിനെ ഈ മടിയിലോട്ടൊന്ന് കിടത്താവോടാ. ഞാൻ അവനെ ഒന്ന് അടുത്ത് കണ്ടോട്ടെ. ജോയേ,
ഇവൻ ഇടം നഷ്ടപ്പെട്ടവനാണ്. ഇവന്റെ ഇടം അമ്മയുടെ മടിത്തട്ടാണ്. മേരിയുടെ പുത്രൻ